13 വർഷമായി റമദാൻ വ്രതമനുഷ്ഠിക്കുന്ന ഒരു ഹോം ഗാർഡുണ്ട് വളാഞ്ചേരിയിൽ. വളാഞ്ചേരി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്ന ഹോം ഗാർഡ് ഷാജിയാണ് പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് വ്രതം നോക്കുന്നത്. വിശപ്പിന്റെയും ദാഹത്തിന്റെയും വില മനസ്സിലാക്കി തരുന്ന അവസരമായാണ് ഷാജി വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. CRPFിൽ നിന്ന് വിരമിച്ചതിനു ശേഷം 2010-ലാണ് ഹോം ഗാർഡായി വളാഞ്ചേരിയിൽ ഷാജി ചുമതലയേറ്റത്. വളാഞ്ചേരി കൊട്ടാരം സ്വദേശിയായ കോട്ടപ്പുറത്ത് ഷാജി തിരക്കുള്ള നഗരമായ വളാഞ്ചേരിയിലെ ഇഷ്ട ഹോം ഗാർഡാണ്. അതിനിടയിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വേനലിലും റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. 13 വർഷമായി ഷാജി റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്. വ്രതം നോക്കുമ്പോൾ ആ പുണ്യം തന്നെയും കുടുംബത്തെയും തേടിയെത്തുമെന്നാണ് ഷാജിയുടെ വിശ്വാസം. കൂട്ടുകാരോടൊപ്പമോ ചിലപ്പോൾ വീട്ടിൽ നിന്നുമൊക്കെയാണ് നോമ്പുതുറ. ഒട്ടും ആഡംബരമില്ലാതെ സ്ഥിരമായി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നോമ്പുതുറ. വീട്ടുകാർ എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട്. ഞാൻ ടോട്ടൽ 13 വർഷമായി നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് 3 ദിവസം മിസ്സായി. അത് എന്ന് പറഞ്ഞാൽ അതൊക്കെ അതാണല്ലോ നോമ്പെടുക്കണത്. നോമ്പെടുക്കാനുള്ള ഗുണം അതാണ്. അതിനുള്ള ചെറിയ ശാനശക്തി പടച്ചോൻ തരുന്നുണ്ട്. അതന്നെ വീട്ടുകാരെ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും സപ്പോർട്ട്. വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ നമുക്ക് നാട്ടുകാരെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വിജയിച്ചു വരുന്നത്. വളാഞ്ചേരി നോമ്പെടുക്കല് അതിന് പ്രത്യേകത്തൊന്നുമില്ല. ചെറുതായിട്ട് ഈ ഇവിടെയുള്ള കടക്കാരെ കൂടെ കൂടിയിട്ട് തന്നെയാണ് ഞാൻ നോമ്പ് തുറ എടുക്കുന്നത്. ഓക്കേടാ. ട്രാഫിക് വെയിലത്ത് അവരുടെ ഒരു സഹതാപമുണ്ട്. ഈ വെയിൽ കൊണ്ടിട്ട് കണ്ടല്ലേ അവർ ഇത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യണതെന്ന്. അതിവിടുത്തെ ഓരോ പോലീസുകാരോടും ജനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണല്ലോ അത് വിജയിച്ചു പോണേ. പിന്നെ ചിലർ വന്ന് ചൂടാവും ചെയ്യും. അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വിശപ്പിന്റെയും ദാഹത്തിന്റെയും വില മനസ്സിലാക്കി തരുന്ന അവസരമായാണ് ഷാജി വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. വരും വർഷങ്ങളിലും റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ തന്നെയാണ് ഷാജിയുടെ തീരുമാനം. കേരള വിഷൻ, വളാഞ്ചേരി.